ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് ക്യാഷ്. ഇതെൻ്റെ ബ്രദറിൻ്റെ മോട്ടോർ സൈക്കിളാണ്, ഡുക്കാട്ടി പനഗാലി 1299. ഡുക്കാട്ടി ഒരു ഇറ്റാലിയൻ മോട്ടോർ സൈക്കിളാണ്. അവർ കൂടുതലും സൂപ്പർ ബൈക്സ് ആണ് ഉണ്ടാക്കുന്നത്. ഇത് അവരുടെ ട്വിൻ സിലിണ്ടർ മാസ് പീസാണ്. ഇത് ബേസിക് വേർഷനാണ്. എസ് വെർഷനുണ്ട്. അതിൽ ഫുൾ LED ഹെഡ്ലൈറ്റ്സ് ആണ്. പിന്നെ ഇലക്ട്രോണിക് കൺട്രോൾ സസ്പെൻഷനുമുണ്ട്. അല്ലാതെ വേറെ വ്യത്യാസമൊന്നുമില്ല. ട്രാക്കിൽ എസ് വേർഷൻ ഒരുപാട് ഗുണം ചെയ്യും, സസ്പെൻഷൻ ഇലക്ട്രോണിക് ആയതുകൊണ്ട്. റൈഡേഴ്സിൻ്റെ കാര്യം പറയുമ്പോൾ കുറച്ച് നീളമുള്ളവർക്ക് കംഫർട്ടായി തോന്നിയേക്കാം ബാക്കിയുള്ള സൂപ്പർ ബൈക്സിനെ വെച്ച് നോക്കുമ്പോൾ. സീറ്റ്സ് കുറച്ച് ലോങ് ആണ്, നല്ല സ്പേഷ്യസ് ആയിട്ട് തോന്നും. പ്രത്യേകിച്ച് കർവ് ചെയ്യുമ്പോൾ ഗുണം ചെയ്യാം. സീറ്റും ഹാൻഡിലും അത്ര അഗ്രസീവ് അല്ല ബാക്കി സൂപ്പർ ബൈക്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ലൈറ്റ് വെയ്റ്റ് ആയതുകൊണ്ടും കർവിൽ നമുക്ക് നല്ല കോൺഫിഡൻസ് ഫീൽ ചെയ്യും. ഞാനിരിക്കുമ്പോൾ മനസ്സിലാവും ഞാൻ എന്താ ഉദ്ദേശിച്ചത്. ഞാൻ ആറടി കൊണ്ട് എനിക്ക് ഫ്ലാറ്റ് ഫുട്ട് ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ പാർക്കിംഗ് ലോട്ട് മാനുവബിലിറ്റി നല്ലതായിരുന്നു. ലൈറ്റ് വെയ്റ്റും ഈ സീറ്റ് പൊസിഷനും തന്നെയാണ് എൻ്റെ കാരണങ്ങൾ. ഞങ്ങൾക്ക് വേറെ കാര്യം തോന്നിയെന്ന് വെച്ചാൽ ഇത് ഒരു ലോകത്ത് തന്നെ ഏറ്റവും നല്ല അഴകുള്ള സൂപ്പർ ബൈക്സ് ആയിട്ട് എനിക്ക് തോന്നി. അറ്റൻഷൻ നല്ലതുപോലെ കിട്ടും. എയറോഡൈനാമിക്സ് നല്ലതുപോലെ ചെയ്തിട്ടുണ്ട്. കാറ്റധികം ഇടപെടാറില്ല. ഹൈ സ്പീഡിൽ പോകുമ്പോൾ, നല്ല വേഗത്തിൽ പോകുമ്പോൾ ഇത് നല്ല കംഫർട്ടാണ്. ഇതിപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ 2 ആഴ്ച ഉണ്ടായിരുന്നു. ട്രാഫിക്കും ഹൈവേയിലും ഞാൻ ഓടിച്ചു. ഇത് ട്വിൻ സിലിണ്ടർ ആയതുകൊണ്ടും ഹയർ RPM ഡ്രൈവ് ചെയ്യുന്നത് കൊണ്ടും ചൂട് പ്രതീക്ഷിക്കാം, പ്രത്യേകിച്ചും ട്രാഫിക്കിൽ. അതുകൊണ്ട് ചേട്ടൻ ഇതിനകത്ത് കാർബൺ ഷീൽഡ് പിടിപ്പിച്ചു. ആ സീറ്റിൻ്റെ അടിയിലുള്ളതാണ്. കുറച്ച് ആശ്വാസം ഉണ്ടായിരുന്നു. ഇവിടുത്തെ റോഡിൽ തന്നെ ഇത് ഭയങ്കര ഓവർ പവേർഡായിട്ട് തോന്നി. ഓവർ പവേർഡ് എന്ന് ഉദ്ദേശിച്ചത് ഹൈ സ്പീഡ് പെട്ടെന്ന് എത്തിച്ചേരും. എക്സാമ്പിൾ ഒരു 50 മുതൽ 100 വരെ നമ്മൾ പോകുമ്പോൾ ഒരു റോളർ കോസ്റ്റർ ഫീലിംഗ് ആണ്. നമുക്ക് പെട്ടെന്ന് നമ്മളെ വലിച്ചുകൊണ്ട് പോകുന്നതായിട്ട് തോന്നും. അവിടെയാണ് ഇതിൻ്റെ സ്പീഡ്. പക്ഷേ എനിക്ക് തോന്നി വേറെ ഗുണമെന്ന് വെച്ചാൽ ചെറിയ RPM നല്ല ടോർക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് മനസ്സിലാക്കാം റോഡിലെ ഉപയോഗങ്ങൾ. കാരണം US മോട്ടോർ സൈക്കിൾ റൈഡേഴ്സിന് കിട്ടുന്ന റെസ്പെക്ട്സ് വളരെ കുറവാണ്. പലപ്പോഴും മോട്ടോർ സൈക്കിളിനെ ശ്രദ്ധിക്കാറില്ല, കാണാറില്ല. അതുകൊണ്ട് ഹൈ ടോർക്ക്, ഹൈ സ്പീഡ് മെഷീൻസ് ആക്സിഡൻറ്റിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്താം. ഈ മോട്ടോർ സൈക്കിൾ ഓടിക്കുമ്പോൾ കുറച്ച് പേഷ്യൻസ് വേണം. കാരണം ടിക്കറ്റ് കിട്ടാൻ എളുപ്പമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇലക്ട്രോണിക്സ് ഹൈ എൻഡ് ഇലക്ട്രോണിക്സ് ആണ് ഡുക്കാട്ടി വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഇല്ലാത്തതായിട്ടൊന്നുമില്ല. 3 റൈഡിങ് മോഡുകളുണ്ട്. റേസ്, സ്പോർട്ട്, പിന്നെ വെറ്റ് മോഡും. സസ്പെൻഷനാണ് ഈ കാണുന്നത്. നല്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ബാക്ക് സസ്പെൻഷൻ ആയാലും ഫ്രണ്ട് സസ്പെൻഷൻ ആയാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതേപോലെ തന്നെയാണ് നമുക്കിതിൻ്റെ ഇലക്ട്രോണിക്സിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നോക്കാം. XTAV പോലെ തന്നെയാണ് ഇതിൻ്റെ ഹാൻഡിൽ ബാർ കൺട്രോൾസ്, എക്സെപ്റ്റ് ഡൗൺ ആരോ ആണ് ഇതിൻ്റെ അകത്ത് മെനു. പിന്നെ നമ്മൾ അപ്പാര ഞെക്കുമ്പോൾ അതുപോലെ ടോട്ടലും ട്രിപ്പും കാണിക്കും. ട്രിപ്പ് 1 and 2. ഡൗൺ ആര ഞെക്കുമ്പോൾ നമുക്ക് കോൺസ്റ്റൻറ്റ് മൈലേജും ടെമ്പറേച്ചറും കാണിക്കും. ഇപ്പോൾ നമുക്ക് 28 മുതൽ 30 വരെ മൈലേജ് കിട്ടും. നമുക്ക് മെനു നമ്മൾ പോകാൻ നേരത്ത് റൈഡിങ് മോഡ്സിൻ്റെ അകത്ത് നമുക്ക് 3 റൈഡിങ് മോഡുണ്ട്: റേസ്, സ്പോർട്ട് ആൻഡ് വെറ്റ്. ഇപ്പോൾ തന്നെ നമുക്ക് സ്പോർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻജിൻ നമുക്ക് പല സെറ്റിങ്ങിലാക്കാം. എൻജിൻ ബ്രേക്കിങ് നമുക്ക് പല സെറ്റിങ്ങിലാക്കാം. ട്രാക്ഷൻ കൺട്രോളും അതേപോലെ തന്നെ നമുക്ക് മാറ്റാൻ പറ്റുന്നതായിരിക്കും. വീലി കൺട്രോൾ ആയാലും പല 8 സെറ്റിംഗ് ഉണ്ട്. അതേപോലെ തന്നെ ക്വിക്ക് ഷിഫ്റ്റ്, അപ്പ് ആൻഡ് ഡൗൺ ഉണ്ട്, അപ്പും ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ളതിൽ സെറ്റ് ചെയ്യാം. ഡിസ്പ്ലേ റോഡുണ്ട്, ട്രാക്കുണ്ട്. ട്രാക്കിൽ കുറച്ചും കൂടെ നല്ലൊരു വ്യൂ ആയിരിക്കും. ഇപ്പോൾ തന്നെ ABS നമുക്ക് 3 സെറ്റിങ്സ് ഉണ്ട്. ഇനി നമ്മൾ ബാക്ക് ടു മെനുവിലോട്ട് നമ്മൾ പോകാൻ നേരത്ത് അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ RPM നമുക്ക് ഡിസ്പ്ലേ മാറ്റാം. ബാറ്ററി കാണിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ പിൻ കോഡ് സെറ്റ് ചെയ്യാം. പാസ്വേഡ്, ഇപ്പോൾ കീ എടുക്കാൻ മറക്കുകയാണെങ്കിൽ നമുക്ക് പിൻ കോഡ് അടിച്ച് പോവാം. ക്ലോക്കും ഡേറ്റും ബാക്ക് ലൈറ്റും ഒക്കെ ഒരു ഇതുപോലെ തന്നെയാണ്. പിന്നെ ടയർ സെറ്റപ്പ്, നമുക്ക് ടയർ മാറ്റാൻ നേരത്ത് നമുക്ക് സെറ്റപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻസാണത്. ഇതാണൊരു സ്പോർട്ട് നമ്മൾ സെറ്റ് ചെയ്യാൻ നേരത്തുള്ള ലുക്ക്. ഇനി നമുക്ക് ഇതിൻ്റെ പുറത്തുള്ള റൈഡിങ്ങും സ്പെക്സും നമുക്കിപ്പോൾ കാണാം.